ഹായ് കൂട്ടുകാരെ, അപ്പതാ രാത്രിയായിട്ടോ. അപ്പതാ നമ്മുടെ ഗബ്രൂട്ടന് ഇന്ന് കുറച്ച് നേരത്തെ ഉറക്കം വരുന്നതുകൊണ്ട് ഞാൻ ഉറക്കിയിട്ട് ഞാൻ കുറച്ച് നേരം അവൻ്റെ അടുത്ത് കിടക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. അതെല്ലാം കേട്ട് ഞാൻ അടുക്കളയിലോട്ടൊന്ന് വന്നപ്പോൾ ഒരു സംഭവം കണ്ടു. ദാണ്ടേ വീഡിയോ എടുക്കുന്നത്. ഉറക്കിയ കൊച്ചെങ്ങനെ എഴുന്നേറ്റ് ഇന്ന് കരയുന്നു. ഞാൻ ഇവിടം വരെ എത്തി. പിന്നെ ഇച്ചായം പെട്ടെന്ന് പോയിട്ട് എടുത്ത് തോളെ കിടത്തി. എന്നിട്ട് ഇപ്പോൾ ദാ മോളെ എടുത്ത് വിളിച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ അടുക്കളയിൽ എന്തോ കാര്യമായിട്ട് പണിയുന്നുണ്ട്. നമുക്ക് അത് എന്താണെന്നും കൂടെ നോക്കിയിട്ട് വരാം കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഗ്യാസ് കുറ്റി തീർന്നു. എന്താ കാണിക്കുന്നത് അവിടെ? പ്രത്യേകിച്ചൊന്നുമില്ല, ഗ്യാസ് കുറ്റി തീർന്നില്ലേ? ഗ്യാസ് കുറ്റിയോ? ഗ്യാസ് കുറ്റിയല്ലേ തീർന്നത്? കുറ്റി എങ്ങനെ തീരും? ഗ്യാസ് അല്ല തീരുന്നത്. കുറ്റി താണ്ടിരിക്കുന്നു. കുറ്റി തീർന്നത് എങ്ങനെയാ? ഗ്യാസ് അല്ല തീരുന്നു. കുറ്റിക്കകത്ത് നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റ് ആയിരുന്നു ഇപ്പോൾ ഉള്ളത്. ഗ്യാസ് അല്ല തീർന്നിച്ച കുറ്റിക്കകത്തുള്ള വെയിറ്റ് നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അല്ല, ഗ്യാസ് തീർന്നത്. അതെങ്ങനെ കുറ്റി തീരുന്നത്? ഈ സയന്റിഫിക്കലി പറയുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എത്രയോ ശതമാനം ഭാരം കുറയുന്നു പറയാറുണ്ട്. അതൊന്നും എനിക്കറിയണം. അതുപോലെയാണ് കുറ്റിയും. കുറ്റി മരിച്ചു കഴിയുമ്പോൾ കുറ്റിയുടെ വെയിറ്റ് കുറയും. ഓ, എന്തോ ആണോ. ഞാൻ പറയുന്നത് ഗ്യാസ് തീർന്നു. കുറ്റി താണ്ട അതുപോലെ ഇരിപ്പുണ്ട്. എന്തോ കാണിക്കുന്നിട്ടിപ്പോ. നമ്മൾ ഡീസൽ മേടിച്ചുകൊണ്ട് വന്നേ. ഡീസൽ ഒഴിക്കുക പമ്പ് സ്റ്റൗവിനകത്ത്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പമ്പ് സ്റ്റൗവാണ്. ഗ്യാസ് ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ പണ്ട് വാങ്ങിച്ച. പിന്നെ കുറേ നാളായി ഉപയോഗിച്ചിട്ട്. ഇപ്പം നമുക്ക് ഗ്യാസ് എടുക്കുന്നവരെ ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കാം. പിള്ളേർക്കൊക്കെ നാളെ സ്കൂളിലൊക്കെ പോകണമല്ലോ. അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഗ്യാസ് ഇല്ലാതെ നമുക്കൊന്നും നടക്കത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് തൽക്കാലം ഇത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇടയ്ക്ക് കുക്കിംഗ് വ്ളോഗ് ചെയ്ത സമയത്ത് ഇത് നമ്മൾ കാണിച്ചിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ വെളിയിൽ വെച്ച് കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്ന്. പായസം വെച്ചിട്ടുണ്ടെന്ന്, അമ്പലപ്പുഴ പായസം വെച്ചിട്ടുണ്ടെന്ന്. അത് അടുപ്പിലായിരുന്നു. അമ്പലപ്പുഴ പായസം വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ മുറ്റത്തിരുന്നുകൊണ്ട് കരിയൊക്കെ പിടിച്ചെന്നും പറഞ്ഞ് ഓർമ്മയില്ലേ? അപ്പോൾ 2 ലിറ്ററിൻ്റെ ടാങ്കാണിത്. നമ്മളിപ്പോൾ 1 ലിറ്റർ ഒഴിച്ചു. ഇനി പകുതിയും കൂടെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കുപ്പി എടുത്താ ഇത് എത്ര രൂപ? 2 ലിറ്റർ ആയിരിക്കും. 180 രൂപയുടെ എണ്ണയത്. അപ്പൊ ഇതാകുമ്പോ ഭയങ്കര റേറ്റ് അല്ലേ? 800 രൂപയല്ലേ ഗ്യാസിന് ഇപ്പൊ? 890 860 കണ്ടാന്ന് തോന്നുന്നു. 160 തോന്നുന്നു. ഇതാകുമ്പോ 180 രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ പാചകം അങ്ങ് നടക്കും. കത്തുമ്പോഴാണ് എനിക്ക് പേടി. ചോറ് വെക്കണേ. ചോറ് തീർന്ന് രാത്രിത്തേക്ക് ചോറ് വെക്കണം. അയ്യോ, ഞാനിവിടെ പിന്നു കൊണ്ട് വെച്ചായിരുന്നല്ലോ. പിന്നെന്ത് ചെയ്യേ? ഇനി എടുക്ക. ഇതാണല്ലേ കുറച്ച് ചടങ്ങല്ലേ? നമ്മൾ എടുക്കാതിരുന്നോണ്ട് കുറച്ച് ഇതുണ്ടല്ലേ ചായ. പാടായിരിക്കും. കുറെ നാളായില്ലേ എടുത്തിട്ട്. എത്ര വർഷം. എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു അത് ഉപയോഗിക്കാൻ. ഭയങ്കര തീ ഇങ്ങനെ ഇതായിട്ട് വരും. ഞാൻ വന്ന ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇതായിരുന്നു കേട്ടോ. ഓർക്കുന്നുണ്ടോ? റൂമിൽ ഞങ്ങൾ ഇത് കത്തിച്ചായിരുന്നു അന്ന്. വെള്ളമൊക്കെ ചൂടാക്കിയത്. ഗ്യാസ് ഇല്ലായിരുന്നല്ലോ. എനിക്ക് പേടിയായിരുന്നു സത്യത്തിൽ. തീ എങ്ങനെ ഗ്യാസ് പോലെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അടുപ്പാണെങ്കിലും കുറച്ച് വിറക് എടുത്ത് മാറ്റി വെച്ചാൽ മതി. പക്ഷെ ഇതിനകത്ത് എനിക്ക് പേടിയാണ്. പെട്ടെന്ന് ആളും. പെട്ടെന്ന് കുറയ്ക്കാനും അങ്ങനെ എനിക്കറിയില്ല. കുറേ നാളായി, അതുകൊണ്ട് കത്തി വരാൻ പാടാ. അതെ, കുറേ നാളെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായെന്ന് തോന്നുന്നത് കത്തിച്ചിട്ട്. ഞാൻ വന്ന ഇടയ്ക്കല്ലായിരുന്നു. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. പിന്നെ അന്ന് ലാസ്റ്റ് മറ്റേ ഇതിന് വേണ്ടിട്ട് എടുത്തത് കുക്കിംഗ് ബ്ലോഗ്. അത് ഈ സ്റ്റൗ അല്ലായിരുന്നു, അത് മറ്റേതായിരുന്നു. മറ്റേതെന്തി? പിന്നെ അത് അവിടെ അമ്മ ഉപയോഗിക്കുന്നത്. അത് വിറ്റെന്താ അറിയോ? നമുക്ക് ഇവിടെയും ഗ്യാസ് തീർന്ന് അപ്പുറത്തും ഗ്യാസ് തീർന്ന്. അമ്മ എടുത്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് വെള്ളിയാഴ്ച നമുക്കും തീർന്നു, ശനിയാഴ്ച അവർക്കും തീർന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ 2 എടുത്തേക്കും ഗ്യാസ് എടുക്കണം. ഞാൻ പിന്നെ ഇന്ന് തേങ്ങാ ചമ്മന്തി അരച്ചു. പിന്നെ മുളക് വറുത്തതുണ്ടായിരുന്നു ഇവിടെ. ഇന്ന് അതുകൊണ്ട് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ അമ്മ ഭാഗ്യത്തിന് സാമ്പാറും മീൻകറിയൊക്കെ വെച്ചായിരുന്നില്ലേ? അതൊക്കെ കൂട്ടി ഇന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നാളെയാണ്. നാളത്തേക്ക് വേണ്ടിയാ ഞാൻ ഈ എണ്ണ മേടിച്ചോണ്ടെന്നത് തന്നെ. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്. ഭയങ്കരമായിട്ട് കരി പിടിക്കും പാത്രത്തിലെല്ലാം. നല്ലോണം കത്തി വന്നു കഴിഞ്ഞാൽ അങ്ങനെ കരി പിടിക്കത്തില്ല. ഇനി ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്ന അധികം പാത്രങ്ങളൊന്നുമില്ല. അത് അപ്പുറത്തുനിന്ന് അമ്മയുടെ അടുത്തുനിന്ന് എടുക്കണം. കണ്ടോ, എനിക്ക് പേടിയാണ് ഇങ്ങനെ കത്തുന്നത്.
ഗബ്രൂട്ടൻ ഉറങ്ങാൻ വേണ്ടി കരയുന്നുണ്ടേ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. അപ്പം അത് വെച്ചാൽ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചോറ് വെക്കാൻ വേണ്ടി ദാണ്ട കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റായതിനു ശേഷം നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ ചായ? രാത്രി 8 മണിയാവാറായി ചോറ് വെക്കുന്നത് ആ സമയത്താണ്. അതെ. ഇന്നിപ്പോ ഒരുപോലെ ആകത്തില്ലല്ലോ. സാധാരണക്കാരന്റെ വീടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ബൈ പറയാം. ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ബൈ കാണിക്ക്. അവൻ കാണിച്ചോളും.